ഹലോ, ഇന്നത്തെ ട്രിപ്പ് ജനത സ്കൂളിൽ നിന്നാണ്. ഇതേ സെയിം ടൈമിൽ തന്നെ നമുക്ക് വേറൊരു ബാച്ച് മാഴത്തൂർ സ്കൂളിൽ നിന്നുണ്ട്. അവിടുന്ന് 4 ബസ്സാണ്, ഇവിടുന്ന് 4 ബസ്സാണ്. നമ്മൾ നേരെ പോകുന്നത് രാമക്കൽമേടാണ്. ദെൻ രാമക്കൽമേടിൽ നിന്ന് കൊടൈക്കനാൽ കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ കുറവൻകുറത്തി കയറി ഓരോ ഡെസ്റ്റിനേഷൻസ് പിടിച്ച ശേഷം ട്രക്കിങ് കൊടുത്ത് നേരെ അവിടെ സ്റ്റേ ആയിരുന്നു. 10th ബാച്ചായിരുന്നു. പിള്ളേർ നല്ല ആക്റ്റീവായിരുന്നു, അടിപൊളി പിള്ളേരായിരുന്നു. 2 ബസ് ബോയ്സും 2 ബസ് ഗേൾസും ഉണ്ടായിരുന്നു. നല്ല വൈബായിട്ട് തന്നെ ട്രിപ്പൊക്കെ ചെയ്ത് ഏറ്റവും അഡ്വഞ്ചർ ആയത് മറ്റേ രാമക്കൽ കല്ല് കയറിയതായിരുന്നു. പിള്ളേർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ചെറിയ ചാറ്റൽ മഴയും പക്ക നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ക്ലൈമറ്റും പിള്ളേർക്ക് കിട്ടി രാമക്കൽമേടിൽ നിന്ന്. പിന്നെ ജീപ്പ് ട്രക്കിങ്ങും പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്ത്. ക്ലൈമറ്റ് മോശമാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്താൽ നല്ലോണം മഴ പെയ്താൽ ജീപ്പ് ട്രക്കിങ് അവിടെ കിട്ടാറില്ല. പിള്ളേർക്കത് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ പിള്ളേർ എക്സ്പീരിയൻസ് ചെയ്തു. ഇത് രാമക്കൽ കല്ലിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണുള്ളത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ മുകളിലോട്ട് കയറി, എല്ലാവരും ഏറ്റവും ടോപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരക്ക് കുറവായതുകൊണ്ടാണ് അവിടെ കയറിയത്. നല്ല തിരക്കാണെങ്കിൽ നമ്മളവിടെ കയറില്ല. കാരണം കുറച്ച് റിസ്ക്കാണ് ഏറ്റവും ടോപ്പിൽ കയറി എത്താൻ. എന്തായാലും ഇത് പിള്ളേർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് മുകളിൽ കയറി ഇറങ്ങിയത്. ആ ഒരു ക്ലൈമറ്റിനും ഇതൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കിട്ടുകയും ചെയ്തു. ഇത് രാത്രി 7 മണിക്കുള്ള ഒരു വിഷ്വലാണ്. ഏകദേശം കോടയുടെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഫ്രണ്ട് വ്യൂ കിട്ടാഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. ദെൻ രാവിലെ ഫ്രഷപ്പ് ആയതുകൊണ്ട് നേരെ കൊടൈക്കനാലിലോട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ വെത്തല കൊണ്ട് ചുരം കയറി അങ്ങനെ കൊടൈക്കനാൽ പിടിച്ച് കൊടൈക്കനാലെത്തി നേരെ സൈറ്റ് സീയിങ് ഇറങ്ങി. ഗുണ കേവ്, പില്ലർ റോക്ക്, പൈൻ ഫോറസ്റ്റ്, മോയർ പോയിൻ്റ്, സൂസൈഡ് പോയിൻ്റ് അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ സൈഡ് സീയിങ് എല്ലാം കഴിഞ്ഞ് ലേക്കും കൊടുത്ത് അതിൻ്റെ ഇടയിലൊരു ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നൈറ്റോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഏകദേശം ഒരു പുലർച്ചെ നാട്ടിലെത്തുന്ന രീതിയിലായിരുന്നു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പിള്ളേരായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രിപ്പ്. ജനത നരോട്ട സ്കൂളിൽ നിന്നായിരുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.